മക്കളെ, ഇന്ന് നമുക്ക് +1 ഒരു കഹാനി പഠിക്കാം. ജാനവി എന്നാണ് നിങ്ങളുടെ കഹാനിയുടെ പേര്. ലത അഗ്രവാളാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലുള്ള സെന്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അഗേലേപ്പൻ കി പീർ സെ ജിസ്കാ മൻ ഹെ ബീഗ വഹി ബനെ ഹംദർദ് ജബ് കോയി ഹോ ജായേ തന്ന. പടേം ഹംദർദി കാ ഏക് കിസ്സ. ഹംദർദി എന്ന് പറഞ്ഞാൽ സഹതാപം എന്നാണ് അർത്ഥം. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഗേലാപ്പൻ എന്ന് പറഞ്ഞാൽ ഏകാന്തത, ഒറ്റപ്പെടൽ. ഏകാന്തതയുടെ പീർസ്, അഗേലാപ്പൻ കി പീർസ് എന്നാൽ ഏകാന്തതയുടെ വേദനയാൽ, ജിസ്ക മൻഹെ ബീഗ ആരുടെ ഹൃദയമാണോ, ആരുടെ മനസ്സാണോ നനഞ്ഞിരിക്കുന്നത്, വേദനയാൽ നനഞ്ഞിരിക്കുന്ന മനസ്സ് ആർക്കാണോ ഉള്ളത്, വഹി ബനെ ഹംദർദ് ജബ് കോയി ഹോ ജായ തന്ന. അങ്ങനെ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ വേദന കണ്ടിട്ട് സഹതപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏകാന്തമായിരിക്കുന്ന മറ്റൊരാളുടെ വേദന കണ്ട് സഹതപിക്കാൻ അതുപോലെ വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വായിക്കൂ, ഹംദർദി കാ ഏക് കിസ്സ, ഒരു സഹതാപ കഥ. അപ്പം നമുക്ക് ആ സഹതാപ കഥ എന്താണ് എന്ന് നോക്കാം. ജാനവി എന്നാണ് നമ്മുടെ കഥയുടെ പേര്. ലത അഗ്രവാളാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. 10ാം ക്ലാസ്സിലെ പോലെയല്ല, +1 കവിയെക്കുറിച്ച് വിശദമായിട്ട് എഴുതേണ്ടി വരും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, പഠിക്കുക. ഓക്കെ. यात्रीगण कृपया ध्यान दें, भोपाल जंक्शन से वाराणसी को जाने वाली ट्रेन कुछ ही समय में प्लेटफॉर्म नंबर 1 पर आ रही है. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ഭോപ്പാൽ ജംഗ്ഷനിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ട്രെയിൻ ഉടൻ തന്നെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തും എന്ന് അനൗൺസ്മെന്റ് വരികയാണ്. അനൗൺസ്മെന്റ് ഹോനെ കെ ബാദ് യാത്രിയോമേ ആബാദാബി മച്ച് ഗയി. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായി. യാത്രിയോമേ ആബാദാബി മച്ച് ഗയി എന്ന ബഹളം സൃഷ്ടിക്കുക, പരിഭ്രാന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. വണ്ടി വരുന്നുണ്ട്, അതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളല്ലേ, സാധനങ്ങൾ എടുക്കുന്നു പോകുന്നു. 5 मिनट में ही दड़दड़ाती हुई ट्रेन अपनी रफ्तार से प्लेटफॉर्म पर आकर लगी. 5 മിനിറ്റിനുള്ളിൽ പൂർണ്ണ വേഗതയിൽ അലറിക്കൊണ്ട് ട്രെയിൻ പ്ലാറ്റ്ഫോമിലെത്തി. മേം അപ്നാ സാമാൻ സഹേജ് ട്രെയിൻ കെ അന്തർ ഹോലി. ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ശേഖരിച്ച്, സാമാൻ സഹേജ് സാധനങ്ങളെല്ലാം ശേഖരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ട്രെയിൻ കെ അന്തർ ഹോലി, അങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി. ജയ്സേ ഹി അപ്പനി സീറ്റ് കെ പാസ് പഹൂഞ്ചി, എങ്ങനെയൊക്കെയോ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് എത്തി. देखा एक बुजुर्ग सज्जन खिड़की के पास पहले से ही बैठे हुए हैं. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു ബുജുർഗ് സജ്ജൻ, ഒരു വൃദ്ധനായ ഒരു സജ്ജൻ, നല്ലൊരു വൃദ്ധനായ വ്യക്തി എന്ത് ചെയ്യാണ്? എൻ്റെ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. ലേഖിയുടേതാണ് ആ സീറ്റിലെ. ലേഖ ബുക്ക് ചെയ്ത് കയറുകയാണ്. പക്ഷേ വൃദ്ധൻ അറിയാതെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഈ ഖിഡ്ക്കി കെ പാസ് വാലി സീറ്റ് മേരി ഹെ. അപ്പം ലേഖി എന്താ പറയുന്നത്? എക്സ്ക്യൂസ് മീ, ഈ ഖിഡ്ക്കി സീറ്റ് എൻ്റെതാണ്, ഈ വിൻഡോ സീറ്റ് എൻ്റെതാണ് എന്ന് ലേഖിക പറയുന്നു. ബുജുർഗ് തോ ലഗ്താ ഹെ കി ബുജുർഗ് തോ ലഗ്താ ഹെ കിസി ഗഹരെ ചിന്തൻ മേ ഗോയേദെ. ആ വൃദ്ധനെ കണ്ടാൽ തന്നെ അറിയാം എന്താണ്, അയാൾ എന്തോ ആഴത്തിലുള്ള ചിന്തയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് എന്ന് ലഗുത്ത തോന്നും, അയാളെ കണ്ടാൽ തന്നെ തോന്നും. മേരാ ഇത്തന കഹ്തേ ഹി ജയ്സേ ചൗങ്ക് പടേ. ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾ ചൗങ്ക് പടേ, ഞെട്ടിപ്പോയി. അയാൾ എന്തോ ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പം ലേഖക വന്നുകൊണ്ട് എക്സ്ക്യൂസ് മീ, ഇത് എൻ്റെ സീറ്റാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ വൃദ്ധൻ ഞെട്ടി. അപരാധ ഭാവസേ, അപരാധ ഭാവത്തോടെ, സഹമത്തെ ഹുയേ ജഡ് ഗഡേ ഹോ പോലെ, അയാൾ പെട്ടെന്ന് നെട്ടി എഴുന്നേറ്റിട്ട് എന്താ ചെയ്തത്? ഒരു അപരാധം, ഒരു കുറ്റബോധത്തോട് കൂടിയിട്ട് അയാൾ ഞെട്ടി എഴുന്നേറ്റു. മാഫി ചാത്താഹും ഗഡേ ഹോ പോലെ, അങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അയാൾ പറയുകയാണ്, മാഫി ചാത്താഹും, ക്ഷമിച്ചാലും,
वे सीट के दूसरे छोर में एकदम किनारे पर जा बैठे ട്രെയിൻ ധീരെ ധീരെ रेंगने लगी വേ അദ്ദേഹം നീച്ച എഴുന്നേറ്റ വ്യക്തി ഉണ്ടല്ലോ വൃദ്ധനായ വ്യക്തി അദ്ദേഹം സീറ്റ് കെ ദൂസരെ ചോർമേം ആ വൃദ്ധൻ ആ സീറ്റിന്റെ മറുവശത്ത് ഒരു അരികിൽ ചെന്നിരുന്നു ദൂസരെ ചോർമേം ഏകദം കിനാരെ പർ കിനാരെ പറഞ്ഞ അരികിൽ കിനാരെ പർ ജാ ബൈട്ടെ അയാൾ എഴുന്നേറ്റിട്ട് സീറ്റിന്റെ മറുവശത്തുള്ള അരികിൽ ഏറ്റവും അരികിൽ ചെന്നിരുന്നു ട്രെയിൻ ധീരെ ധീരെ രഗ്നയിലേക്ക് ട്രെയിൻ പതുക്കെ പതുക്കെ നീങ്ങി തുടങ്ങി മേരെ ടീക്ക് സാമനെ വാലി സീറ്റ് पर एक യുവതി ആക്കർ ബൈठी അങ്ങനെ എൻ്റെ നേരെ മുമ്പിലുള്ള സീറ്റിലേക്ക് ഒരു യുവതി വന്നിരുന്നു മനക്കോ തസല്ലി ഹുയി എൻ്റെ മനസ്സിനൊരു ആശ്വാസം തോന്നി കോയി നെഹി തോ കം സേ കം യഹ് തോ ഹേ ബദിയാനേക്കോ ആരുമില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ കുട്ടിയെങ്കിലും ഉണ്ടോന്ന് സംസാരിക്കാൻ ബദിയാനേക്കോ സംസാരിച്ചിരിക്കാൻ ഒരാളെങ്കിലും കിട്ടിയല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു मेरी नजर बार बार युवती की ओर उड़ जाती इस उम्मीद से ही अभी बातों का सिलसिला आरंभ हो അങ്ങനെ എന്താണ് ആ യുവതി വന്നിരുന്നു അല്ലേ വന്നിരുന്നിട്ട് മേരി നസർ എൻ്റെ ദൃഷ്ടി എൻ്റെ കണ്ണുകൾ യുവതിക്ക് ഓർ ഉടിജാത്തി ആ യുവതിക്ക് നേരെയാണ് അവളുമായിട്ട് സംസാരിക്കണമല്ലോ അപ്പോൾ സംഭാഷണം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഈ സുമ്മീദ് സേ ഈ വിശ്വാസത്തോടെ ഏത് വിശ്വാസത്തോടെയാണ് നോക്കുന്നത് അഭി ബാത്തേക്കാ സിൽസില ആരംഭമോ ഒരു സംഭാഷണം ആരംഭിക്കാനുള്ള പ്രതീക്ഷയിൽ അല്ലേ അപ്പം എന്താ പറയുന്നത് ഒരു സംഭാഷണം ആരംഭിക്കാനുള്ള പ്രതീക്ഷയോടെ എൻ്റെ കണ്ണുകൾ ആ യുവതിക്ക് നേരെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി യുവതിയിലേക്ക് നീണ്ടു എൻ്റെ കണ്ണുകൾ मगर वह तो कान में ब्लूटूथ की पिन घुसाए ऐसे बैठी थी कि कोई है ही नहीं उसके आसपास കോയി ഹേ ഹി നെഹി ഉസ്കെ ആസ്പാസ് അവളുടെ അരികിൽ ആരുമില്ലാത്തതുപോലെ അവൾ വന്നിരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആരുമില്ല അവൾ മാത്രമുള്ളൂ എന്ന രീതിയിൽ അവൾ എന്താ ചെയ്തിട്ടുള്ളത് ആ ചെവിയിൽ കാനമേ ബ്ലൂടൂത്ത് കീ പിൻ ചെവിയിൽ എന്താ ഉള്ളത് ബ്ലൂടൂത്ത് അതുപോലെ തന്നെ ഹെഡ്സെറ്റൊക്കെ ഓൺ ആക്കിയിട്ട് അവളിങ്ങനെ എന്താ ചെയ്യുന്നത് പാട്ട് കേട്ടിട്ടോ എന്തോ ഫോണിലുള്ള എന്തോ കാര്യം കേട്ടുകൊണ്ട് അവൾ അങ്ങനെ ഇരിക്കുകയാണ് मन उदास हो गया उसके इस रवैये से എൻ്റെ മനസ്സ് വളരെയധികം സങ്കടപ്പെട്ടു അവളുടെ ഈ പെരുമാറ്റത്തിൽ അവളുടെ ആ യുവതിയുടെ പെരുമാറ്റം എൻ്റെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി ബുജുർഗ് സജ്ജൻ തോ ജൈസെ അപ്നെ മേ ഹി ഗോയാദ ആ വൃദ്ധനായ മനുഷ്യനാണെങ്കിലോ അയാൾ തൻ്റെതായിട്ടുള്ള എന്തോ ചിന്തയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് വൃദ്ധനായ മാന്യൻ സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു ഫിർ അകേല ആത്മീ ബൈട്ട ക്യാ കരയും പിന്നെ ഒറ്റയ്ക്ക് ഒരു മനുഷ്യ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആരും സംസാരിക്കാനും ഇല്ല വായിക്കാനും ഇല്ല പറയാനും ഇല്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് മുഷിയാണ് അല്ലേ അപ്പോൾ ഒറ്റയ്ക്ക് ഒരു മനുഷ്യ അങ്ങനെ ഏകാന്തമായി ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് കോയി ചാരാന്ന പാക്കർ മേം ഉസ് യുവതിക്ക് വ്യക്തിത്വക്ക പോസ്റ്റ്മോർട്ട് കർണയിലേക്ക് അപ്പം എന്താ ഉണ്ടായത് വേറെ മാർഗമൊന്നുമില്ല നേരം പോക്കാൻ ഒരു മാർഗവും ഇല്ല അല്ലേ മറ്റു മാർഗങ്ങളൊന്നും കണ്ടെത്താതെ ലേഖിക എന്താ ചെയ്തത് യുവതിയുടെ വ്യക്തിത്വത്തിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി വല്ലാത്തൊരു പെണ്ണെന്നെ കണ്ടങ്ങനെ ഇരിക്കുന്നു ആരുമായിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യാതെ ചെവിയിലും ഫോണും വെച്ച് ചെവിയിലും ഹെഡ്സെറ്റും വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പാട്ടും കേട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഒരാളെ ഇങ്ങനെ കണ്ടുകാണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കൂലേ അങ്ങനെ ലേഖിക എന്തൊക്കെയോ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ഉസ്കി ആധുനികത മേരി ആങ്കോമേം ഗഡക്നെ ലഗി അവളുടെ ആധുനികത എന്നെ അലോസരപ്പെടുത്താൻ തുടങ്ങി ആധുനികത കാ ലബാദ ഓടെ കാനോമേ മ്യൂസിക് ലഗായ വഹു മസ്തി ആധുനികതയിൽ പൊതിഞ്ഞ കാതുകളിൽ സംഗീതവുമായി അവൾ അങ്ങനെ ആഹ്ലാദിച്ചിരിക്കുകയാണ് എന്നൊക്കെ ലേഖിക അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി जवानी का जोश है भला उन्हें किसी से क्या लेना देना मन में ഈർഷ്യ ഹോ രഹി തി അങ്ങനെ ലേഖിയൊക്കെ ആ യുവതിയോട് ദേഷ്യം തോന്നാൻ തുടങ്ങി അവർക്ക് യൗവനത്തിൻ്റെ ആവേശമുണ്ട് ജവാനിക്ക ജോഷ് എന്ന് പറഞ്ഞാൽ യൗവനത്തിൻ്റെ ആവേശം ബലാ ഉന്നെ കിസീസെ ക്യാ ലേന ദേന ആരോടെങ്കിലും അവർക്ക് എന്ത് ബന്ധമാണുള്ളത് ആരുമായിട്ടും അവൾക്ക് അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ബന്ധമൊന്നും വേണ്ട അവൾക്ക് എന്താണ് യൗവനത്തിൻ്റെ ആവേശമുണ്ട് എനിക്ക് അവളോട് ദേഷ്യം തോന്നി ഈർഷ്യ ഹോ രഹീതി ദേഷ്യവും അസൂയൊക്കെ തോന്നാൻ തുടങ്ങി
युवती को शायद एहसास हो गया था कि काफी देर से मेरी नजरें उस पर गड़ी है. യുവതിക്ക് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവാം എൻ്റെ കണ്ണുകൾ അവൾക്കു നേരെ ഉറച്ചിരിക്കുന്നതായിട്ട് ആ പെൺകുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഉസ്നെ ഏക് നസർ ഉഡാക്കർ മുझे देखा. അപ്പോൾ ആ പെൺകുട്ടി ഒന്ന് ദൃഷ്ടി ഉയർത്തിയിട്ട് എന്നെ നോക്കി. और हल्की सी स्माइल दी. എന്നിട്ടൊരു നേരിയ പുഞ്ചിരിയും തന്നു. क्या कहूँ जैसे प्यासे को तृप्ति मिल गई है. എന്താണ് ആ പുഞ്ചിരി നൽകി? ദാഹിച്ച ഒരാൾക്ക് തൃപ്തി ലഭിച്ചതുപോലെ. ആർ മുസ്കര ഒടി മേമ്പി. ഞാനും എന്ത് ചെയ്തു? ഞാനും പുഞ്ചിരിച്ചു. ആ പെൺകുട്ടി ഒന്ന് തല ഉയർത്തി നോക്കി പുഞ്ചിരിച്ചു. അപ്പൊ ലേഖിക എന്ത് ചെയ്തു? ലേഖികയും പുഞ്ചിരിച്ചു. മഗർ യഹ് ക്യാ വഹ് ഫിർ അപ്പനെ മൊബൈൽ മേ മസ്ത് ഹോ ഗയി. പക്ഷെ ഇതെന്താണ്? അവളൊന്ന് തല ഉയർത്തി നോക്കിങ്ങാണ്ട് പുഞ്ചിരിച്ചാണ്ട് പിന്നെ എന്താ ചെയ്തത്? ആ മൊബൈൽ ഫോണിൽ തന്നെ അങ്ങോട്ട് മുഴുകിയിരിക്കുകയാണ്. ഹേ ഭഗവാൻ, ഇത്തന മുഷ്കിൽ സഫർ തോ കബി ന രഹ. ഈശ്വര, ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു യാത്ര മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അബ് സഹാനയും ജാത്ത കൈസേ ക്യാ കരും. ഇനി സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ? ഞാൻ എന്തു ചെയ്യും? എന്ത് ചെയ്യണം ഇനി? ഇത്രയും സമയം, കുറേ സമയം വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കണം അല്ലേ? അപ്പൊ വെറുതെ ഇരുന്നിട്ട് ആരോടും സംസാരിക്കാനല്ലേ, ഒന്നും ചെയ്യാനില്ലാതെ ലേഖിക ആകെ മുഷിഞ്ഞ് ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മേരി നാസർ ബുസുർഗ് കി ഓർ ഗയി. അങ്ങനെ ലേഖിക വൃദ്ധന് നേരെ തിരിഞ്ഞു. മേം ബോൽ പടി. ലേഖിക സംസാരിച്ചു. ആപ്പ് കഹാം ജാ രഹേ ഹേ ഭയ്യാജി. താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് ഭയ്യാജി? മായി കെ ഗിർ. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അമ്മയുടെ വീട്ടിൽ. കഹാ രഹത്തി ഹേ ആപ്കി മായി. നിങ്ങളുടെ അമ്മ എവിടെയാണ് താമസിക്കുന്നത്? കഹാ രഹത്തി ഹേ. എവിടെയാണ് താമസിക്കുന്നത് നിങ്ങളുടെ അമ്മ? നിങ്ങളുടെ അമ്മ എവിടെയാണ് താമസിക്കുന്നത്? ജന്മ ദേനെ വാലി മായിന. എനിക്ക് ജന്മം നൽകിയ അമ്മയല്ല. അമ്മയുടെ അടുത്തേക്കാന്ന് പറഞ്ഞല്ലോ. അവരാണ് എനിക്ക് ജന്മം നൽകിയ അമ്മയല്ല. ബഹുത്തോ കബിക്കി സമാഗയി ധർത്തി തലേ എന്നാണ് പറയുന്നത്. എനിക്ക് ജന്മം നൽകിയ അമ്മയല്ല, വളരെ കാലം മുമ്പ് അവരെന്തായിട്ടുണ്ട്? സമാഗയി. സമാഗിറ സമാധി അടഞ്ഞു, മരിച്ചു പോയിട്ടുണ്ട്. ധർത്തി തലേ. ഭൂമിയിൽ നിന്ന് എനിക്ക് ജന്മം നൽകിയ അമ്മ കുറെ കാലം മുമ്പ് തന്നെ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഫിർ കിസ് മായിക്കെ പാസ് ജാ രഹേ ഹേ. പിന്നെ ഏത് അമ്മയുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്? ഗംഗാ മായിക്കെ. ഗംഗാ മാതാവിന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ഗംഗാമായി. മുझे ആശ്ചര്യ ഹുവ. ഗംഗാ മാതാവോ? എനിക്ക് ആശ്ചര്യം തോന്നി. ഗംഗാമായി ബഹത്തി ഹേന വഹാം. അതെ, ഗംഗാമായി ഉണ്ടല്ലോ, അതായത് ഗംഗാമാതാവ് അവിടെ ഒഴുകുന്ന ഗംഗാമാതാവില്ലേ, അവിടേക്കാണ് പോകുന്നതെന്ന് ആ വൃദ്ധൻ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അച്ഛാ, ആപ്പ് ഗംഗാ നദി കി ബാത്ത് കർ രഹി ഹേ. അത് ശരി, താങ്കൾ ഗംഗാ നദിയുടെ കാര്യമാണോ പറയുന്നത്? മുझे അപ്പനി മൂഢതാപ്പർ ജേമ്പ് ബി ഹുയി. എനിക്ക് എൻ്റെ മണ്ടത്തരത്തിൽ ലജ്ജയും തോന്നി. ലേഖികയ്ക്ക് ലജ്ജ തോന്നി. മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ അദ്ദേഹം പറഞ്ഞ ഗംഗാമായി ആരാണ് എന്ന് കരുതിയിട്ട് ലേഖികയ്ക്ക് ലജ്ജ തോന്നി. വഹാ കോയി റിശ്തേദാർ ബി ഹേ ആപ്കെ. അവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? റിശ്തേദാർ, ബന്ധുക്കളുണ്ടോ? എന്നാ മേരാ കോയി നാത്തേദാർ നഹി. നാത്തേദാർ എന്ന് പറഞ്ഞാലും ബന്ധുക്കളാണ് കേട്ടോ. ഇല്ല, എനിക്ക് അവിടെ ബന്ധുക്കളൊന്നുമില്ല. അച്ഛാ, തോ ഗംഗാ സ്നാൻ കോ ജാ രഹേ ഹേ. ശരി, അപ്പൊ നിങ്ങൾ ഗംഗാ സ്നാനം ചെയ്യാൻ പോവുകയായിരിക്കും അല്ലേ? मैं गंगा माई की പകധൂളി മേ രഹിനെ ജാ രഹാ ഹൂം. അല്ല, ഞാൻ ഗംഗാ മാതാവിന്റെ പാദധൂളിയിൽ താമസിക്കാൻ പോവുകയാണ്. രഹിനെ ജാ രഹാ ഹൂം, താമസിക്കാൻ പോവുകയാണ്. उनके इस वाक्य ने उस युवती का ध्यान भी उसकी ओर खींच लिया. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം, അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക്, ഓസ് യുവതിക്ക, ആ യുവതിയുടെ, അത്രയും നേരം ചെവിയിൽ പാട്ടും കേട്ടിരുന്ന യുവതി ഉണ്ടല്ലോ, ആ യുവതിയുടെ ശ്രദ്ധ കൂടി ഉസ്കി ഓർ ഗീഞ്ചിലിയ, അദ്ദേഹത്തിന് നേരെ അടുപ്പിച്ചു. അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു വാക്യം എന്താണ് പറഞ്ഞത്? അല്ല, ഞാൻ എന്തിനു പോവുകയാണ്? ആ പാദധൂളിയിൽ, ഗംഗാ മാതാവിന്റെ പാദധൂളിയിൽ താമസിക്കാൻ പോവുകയാണ് എന്ന് കേട്ടപ്പോൾ അല്ലേ? ക്യാ ആപ്കാ കോയി നഹി ഹേ ബാബാ. अब तक മൊബൈൽ മേ വ്യസ്ത് യുവതി അചാനക് ബോലുടി.
പെട്ടെന്ന് ആ യുവതി സംസാരിക്കാൻ തുടങ്ങി. അത്രയും നേരം ഫോണിൽ ഇങ്ങനെ മുഴുകിയിരുന്ന യുവതി ഉണ്ടല്ലോ, ആ യുവതി പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്താ യുവതി ചോദിക്കുന്നത്? ക്യാ ആപ്കാ കോയി നഹി ഹേ ബാബ? അപ്പം നിങ്ങൾക്ക് ആരുമില്ലേ ബാബ എന്ന് ചോദിക്കുകയാണ്. ഹേ ഏക്ക് ബേട്ട ഏക്ക് ബേട്ടി, ആ ഉണ്ട്, ഹേ ഉണ്ട്. ഏക്ക് ബേട്ട ഏക്ക് ബേട്ടി, ഒരു മകനും ഒരു മകളും ഉണ്ട്. क्या आपके बच्चों ने आपको संग रखने से मना कर दिया? എന്താണ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ നിങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ നിർത്തുന്നത് വിലക്കിയോ? നിങ്ങളെ കൂടെ താമസിക്കുന്നതിന് അവർക്ക് എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഐസി ബാത്ത് നഹീം വേ യഹാം നഹീം രഹത്തെ, അല്ലല്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വേ യഹാം നഹീം രഹത്തെ, അവർ ഇവിടെ അല്ല താമസിക്കുന്നത്, അവർ ഇവിടെ ഇല്ല. പിന്നെ എവിടെയാണുള്ളത്? മത്ലബ് മേംനെ ജിജ്ഞാസ വശ് പൂച്ച, അപ്പൊ ലേഖിയാണ്. മേംനെ പറയുന്നിടത്തൊക്കെ ലേഖിയാണ് കേട്ടോ. അപ്പൊ മത്ലബ് അതിനർത്ഥം നിങ്ങൾ എന്താണ് പറഞ്ഞത് മനസ്സിലായില്ല, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ഞാൻ ജിജ്ഞാസയോട് കൂടി ചോദിക്കുകയാണ്. ലേഖിയോ ജിജ്ഞാസയോട് കൂടി ചോദിക്കുകയാണ് കേട്ടോ. ദേ വിദേശ് മേ രഹത്തെ ഹേ, അവർ എവിടെയാണ് താമസിക്കുന്നത്? അവർ വിദേശത്താണ് താമസിക്കുന്നത്. ബാത്തോങ്കെ ദൗരാൻ പതാ ചലാക്കി യുവതി കാ നാം ജാൻവി ഹേ, അങ്ങനെ അവരുടെ സംസാരത്തിനിടയ്ക്ക് അറിയാൻ കഴിഞ്ഞു. എന്താണ് അറിയാൻ കഴിഞ്ഞത്? ആ യുവതിയുടെ പേര് ജാൻവി എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ട് കേട്ടിരുന്ന, മൊബൈൽ ഫോണിൽ പാട്ട് കേട്ടിരുന്ന യുവതി ഉണ്ടല്ലോ, ആ യുവതിയുടെ പേരെന്താണ്? ജാനവി എന്നാണ്. അപ്പൊ നമ്മളിവിടെ ആരൊക്കെയാണ് പരിചയപ്പെട്ടത്? ലേഖികയും യുവതിയായ ജാനവിയും പിന്നെ വൃദ്ധനായ ഒരാളും അല്ലേ. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, ആപ്കി പത്നി, തങ്ങളുടെ ഭാര്യ 35 ബറസ് പഹലെ ബി ഭഗവാൻ കെ ഗർ ചലി ഗയി, അവൾ 35 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭഗവാന്റെ വീട്ടിലേക്ക് പോയി. എങ്ങോട്ട് പോയി? 35 വർഷത്തിന് മുമ്പ് ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. അതായത് ആ സ്ത്രീ ഇപ്പൊ ഇല്ല, ഭാര്യയും മരിച്ചു പോയിട്ടുണ്ട്. തോ അബ് തക്ക് ആപ്പ് കഹാ രഹത്തെ ഭയ്യാജി, അപ്പോൾ ഇതുവരെ നിങ്ങൾ എവിടെയാണ് താമസിച്ചിരുന്നത് ഭയ്യാജി? ബിഡിയാക്കെ സംഘ്, എന്താ പറയുന്നത്? ബിഡിയാക്കെ സംഘ് എന്ന് പറഞ്ഞാൽ മകളോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അബ് വോ ബി വിദേശ് ചലി ഗയി, ഇപ്പൊ അവളും വിദേശത്തേക്ക് പോയി. ആംദനി കാ കോയി സരിയാ തോ ഹോഗ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടായിരിക്കുമല്ലോ. മേരാ മത്ലബ് ഹേ ആപ്പ് കഹി നൗക്കരി കർത്തേ ഹോങ്കെ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും നൗക്കരി കർത്തേ ഹോകെ, നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവാം. ഗേത്തി ഹോഗി, ഒരുപക്ഷെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടാവാം. ഗർ ഹോഗ ആപ്കോ, നിങ്ങൾക്ക് വീടും ഉണ്ടായിരിക്കാം അല്ലേ. അപ്പൊ നിങ്ങൾ ഇതുവരെ മകളുടെ കൂടെയാണ് താമസിച്ചതെന്ന് പറഞ്ഞു, മകൾ വിദേശത്തേക്ക് പോയതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ എന്ന് ചോദിക്കുകയാണ് യുവതി. മസൂർ ആത്മീയോം 4 एकड़ जमीन दी पास 1 एकड़ जमीन 35 बरस पहले कांदा जब बीमार हुई तब उसके इलाज गातिर बिक गई. बिक्राना വിൽക്കുക, ഇലാജ് പറഞ്ഞ ചികിത്സ കേട്ടോ. അപ്പൊ എന്താണ് പറയുന്നത്? മസൂർ ആത്മി, മസൂർ എന്ന മസ്തൂർ, തൊഴിലാളി എന്നർത്ഥമാണ് കേട്ടോ. ഞാനൊരു തൊഴിലാളിയാണ് ഞാൻ. എനിക്ക് 4 ഏക്കർ ജമീൻ, എനിക്ക് 4 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. 35 വർഷങ്ങൾക്ക് മുമ്പ് കാന്തയ്ക്ക് രോഗം വന്നപ്പോൾ, കാന്ത ആരാണ്? ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് കാന്ത. അപ്പൊ നമ്മൾ ഒരാളെയും കൂടെ പരിചയപ്പെട്ടു, കാന്ത എന്ന കഥാപാത്രം. കാന്ത ആരാണ്? ഈ വൃദ്ധന്റെ ഭാര്യയാണ്. കാന്തയ്ക്ക് രോഗം വന്നു 35 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ എന്താ ഉണ്ടായത്? ഇലാജ്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിറ്റു. കാന്തയ്ക്ക് അസുഖം വന്നപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്രയാണ് വിറ്റത്? 1 ഏക്കർ ഭൂമിയാണ് വിറ്റത് കേട്ടോ. 1 ഏക്കർ ഭൂമി, 1 ഏക്കർ സെമീൻ. 1 ഏക്കർ ഭൂമിയാണ് കാന്തയ്ക്ക് അസുഖം വന്നപ്പോൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വിറ്റത്. മത്ലബ് അബ് ഭി 3 एकड़ जमीन तो है ना आपके पास, ജാൻവിനെ പൂച്ച. അപ്പൊ ജാൻവി വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി എത്ര ഉണ്ടാവും? 3 ഏക്കർ ഭൂമി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. बेटा बेटा केशव बोला, बापू पढ़ने गातिर विदेश जाना था, 1.5 एकड़ जमीन बेच के उसको विदेश भेजा. അപ്പൊ എന്താ അദ്ദേഹം പറയുന്നത്? ബെഡാ ബേട്ട കേശവ്, എൻ്റെ വലിയ മകൻ കേശവ്,
മൂത്ത മകൻ കേശവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ബാബ, അച്ഛ, എനിക്ക് വിദേശത്ത് പോയിട്ട് പഠിക്കണം. വിദേശത്ത് പോയിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? പൈസ വേണം അല്ലേ? അപ്പം അച്ഛൻ എന്ത് ചെയ്തു? 1.5 ഏക്കർ ഭൂമി വിറ്റു. 1.5 ഏക്കർ. 1.5 പറഞ്ഞ 1.5. ബെടാ ബേട്ട കേശവ് ബോല. മൂത്ത മകനായ കേശവ് പറഞ്ഞു, ബാബു പഠനേ ഖാത്തിർ വിദേശ് ജാനാഥ. പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് വിദേശത്തേക്ക് പോകണം. അപ്പോൾ 1.5 ഏക്കർ സെമീൻ ബേജിക്ക്, 1.5 ഏക്കർ ഭൂമി വിറ്റിട്ട് ഉസ്കോ വിദേശ് ബേജ, അവനെ വിദേശത്തേക്ക് അയച്ചു. വഹ് ഫിർ കബി ലൗഡ്കെ ആയാ നഹീം, അവൻ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ഉദർ ഹി ബ്യാഹ് രച്ചാലിയ, അവിടെ തന്നെ അവൻ വിവാഹവും കഴിച്ചുകൂടി. ബ്ലഡി ഹെൽ. ജാൻവി കാ ചെഹര ക്രോധ് സേ തം തമാ രഹാ ഥാ. അവൾക്ക് ദേഷ്യം വന്നു അല്ലേ? അവളുടെ മുഖം ദേഷ്യത്താൽ, ക്രോധ് സേ തം തമാ രഹാ ഥാ, ക്രോധത്താൽ ചുമക്കുന്നുണ്ടായിരുന്നു മുഖം, കോപം കൊണ്ട്. മേം ഉസേ ഗൗർ സേ ദേഖ് രഹി ഥി, ആഖിർ യഹ് ഭി തോ ഉസി പീഡി കി ഹെ. ഞാൻ ആ കുട്ടിയെ നിരീക്ഷിക്കുകയായിരുന്നു. അല്ല, ഈ ഞാൻ എന്ന് പറയുന്നതൊക്കെ ലേഖികയാണ് കേട്ടോ, ലേഖിക. ഉസേ ഗൗർ സേ, അവളെ പിന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആഖിർ യഹ് ഭി തോ ഉസി പീഡി കി ഹെ, ഇവളും എന്താണ്, ഈ അതേ തലമുറയിലുള്ള കുട്ടീനെയാണല്ലോ അല്ലേ? അതേ തലമുറയാണല്ലോ. ഫിർ ഇത്തന ആക്രോശിക്കും, പിന്നെ എന്തിനാണ് ഇത്രയും ആക്രോശിക്കുന്നത്? അവളുടെ സ്വഭാവം ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും, പിന്നെ അവൾ എന്തിനിങ്ങനെ ആക്രോശിക്കുന്നു എന്ന് ലേഖിക ചിന്തിക്കുകയാണ്. अब भी अब भी सम्मल जाओ बाबा, दुनिया में कोई किसी का नहीं, बच्ची जमीन को पकड़े रहो जब तक जिंदा हो. ജാൻവി ने വ്യാവഹാരിക ജ്ഞാൻ ദിയ. എന്താണ് ജാൻവി പറയുന്നത്? അബ് ബി സംഹൽ ജാവോ ബാബ, അച്ഛാ നിങ്ങൾ എന്ത് ചെയ്യൂ? ഇപ്പോൾ സംയമനം പാലിക്കൂ. ദുനിയാമേ കോയി കിസിക്കാ നഹി, ഈ ലോകത്ത് ആരും ആരുടേതുമല്ല. ബെജി സമീൻകോ, ഇനി ബാക്കി വന്ന ഭൂമി, ശേഷിക്കുന്ന ഭൂമി, പക്കടേ രഘോ, നിങ്ങളടുത്ത് തന്നെ വെക്കൂ. ജബ് തക്ക് സിന്ദാഹോ, നിങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഇനി ബാക്കിയുള്ള ഭൂമി നിങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങളുടെ പക്കൽ തന്നെ വെക്കൂ, ഇനി അതൊന്നും ചെയ്യണ്ട എന്ന് ജാൻവി എന്ത് പറയാണ്? വ്യാവഹാരിക ജ്ഞാൻ പ്രായോഗിക ജ്ഞാനം നൽകുകയാണ് ആ വൃദ്ധന്. വഹ് ബി ഹംനെ ദേ ദി ബിഡിയ. അപ്പൊ എന്താ വൃദ്ധൻ പറയുന്നത്? വഹ് ബി ഹംനെ ദേ ദി ബിഡിയ, അതും ഞാൻ വിറ്റു മോളെ. അതും എന്ത് ചെയ്തു? ദേ ദി നൽകി, കൊടുത്തു. അതും ഞാൻ കൊടുത്തു മോളെ എന്ന് പറയണേ. കിസേ, ആർക്ക്? പിച്ചലേ ഹഫ്തേ ബേട്ടി ഏക്ക് ലഡ്കെ കോ ലേ ആയി. കഴിഞ്ഞ ആഴ്ച, പിച്ചലേ ഹഫ്തേ കഴിഞ്ഞ ആഴ്ച, ബേട്ടി ഏക്ക് ലഡ്കെ കോ ലേ ആയി, എൻ്റെ മകൾ ഒരു ആൺകുട്ടിയെയും കൊണ്ടുവന്നു, ഒരു ചെക്കനെയും കൊണ്ടുവന്നു. കഹാക്കി, എന്നിട്ട് പറഞ്ഞു. ഉസ്സേ പ്രേം കർത്തി ഹേ, അവനെ സ്നേഹിക്കുന്നു. ബ്യാഹ് കരേക്ക്, വിവാഹം കഴിക്കണം. ഉസ് ലഡ്കേക്ക് ശരത് രഹിക്ക്, അപ്പോൾ ആ ആൺകുട്ടിയുടെ നിബന്ധന എന്തായിരുന്നു? ദഹേജ് മേ ഇത്തനാ രൂപയാ ചാഹിയേ, സ്ത്രീധനമായിട്ട് ഇത്രയും പൈസ വേണം. ഒരു സംഖ്യ പറഞ്ഞു, ഇത്രയും പൈസ സ്ത്രീധനമായിട്ട് വേണം എന്ന് ആ ചെക്കൻ പറഞ്ഞു. ഉസ്കോ വിദേശ് ജാനേക്കാദാന, അവർക്ക് എന്ത് വേണം? അവർക്കും വിദേശത്ത് പോകണം. വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് സ്ത്രീധനമായിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. तो तुमने बेटी को मना क्यों नहीं कर दिया ऐसे लड़के के शादी करने के लिए? അപ്പൊ എങ്ങനെയുള്ളൊരു ചെക്കനെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും നിങ്ങൾ എന്തുകൊണ്ട് മകളെ വിലക്കിയില്ല? കിയേ ദേവിടിയ, ഞാൻ വിലക്കിയിരുന്നു മകളെ. മഗർ വഹി നഹി മാനി, പക്ഷെ അവൾ അതൊന്നും അംഗീകരിച്ചില്ല. ഹംകോ ബോലി തുമാരി നിയത് നഹി ഹമാര ഹിസ്സ ദേനേക്ക്, അതൊന്നും അവരെന്ത് ചെയ്തില്ല? ചെവിക്കൊണ്ടില്ല അല്ലേ? അവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ വിഹിതം ഞങ്ങൾക്ക് തരാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ലേ എന്നാണ് അവർ ചോദിച്ചത്. ഹംകോ ബോലി, അവർ പറഞ്ഞു, തുമാരി നിയത് നഹീം ഹമാര ഹിസ്സാ ദേനേക്ക, നിങ്ങൾക്ക് ഞങ്ങളുടെ വിഹിതം തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശമില്ലേ എന്ന് ചോദിച്ചു. ഹമാര ഹിസ്സേക്ക് ഗേത്തി ഹേ ബേജ് കർ ഹംകോ പൈസ ദേ ദോ, ഞങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ എന്തുണ്ട്? ഭൂമിയുണ്ട് അല്ലേ? കൃഷിഭൂമിയുണ്ട്. ഗേത്തി, കൃഷിഭൂമിയുണ്ട്. അതെന്ത് ചെയ്യണം? അത് ബേജ് കർ, വിറ്റിട്ട് ഞങ്ങൾക്ക് പൈസ ദേ ദോ, പൈസ തരൂ. ഉസ് പർ കാനൂനൻ ഹമാര ഹക്ക്, അവരെന്താ പറയുന്നത്?
അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ എന്തുണ്ട്, ഇത് കൃഷിഭൂമി വിറ്റിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഹിതം തരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് നിയമപരമായിട്ട് അവകാശമുണ്ട് എന്ന് പറയാണ്. सो हम उस जमीन को बेच के पैसा बिटिया के हाथ में दर आए हैं. അങ്ങനെ എന്ത് ചെയ്തു, ആ കൃഷിഭൂമി വിറ്റിട്ട് പണം മകൾക്ക് കൈമാറി. അബ് തക്ക് വഹ് ഉഡ് ബി ഗയി ഹോഗി ആസ്മാൻ മേ, ഇപ്പോൾ അവൾ ആകാശത്തേക്ക് പറന്നു പോയിട്ടുണ്ടാകും. उसी ने तो हमारा टिकट निकाल कर हाथ में दिया कहा. അവൾ തന്നെയാണ് എന്ത് ചെയ്തത്, ആ ടിക്കറ്റ് എടുത്ത് എൻ്റെ കയ്യിലേൽപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു ബാബു ഗംഗാ കിനാരെ ചലേ ജാവോ മായി സബ്കോ മുക്തി ദേത്തി ഹെ. എന്നിട്ട് എന്താ പറഞ്ഞത്, അച്ഛാ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകൂ, ഗംഗാ തീരത്തേക്ക് പോകൂ, ഗംഗാ മാതാവ് എല്ലാവർക്കും മോക്ഷം നൽകും, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകൂ എന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് മകള് പറയാണല്ലോ, സ്വന്തം മകള് പറഞ്ഞതാണ് അല്ലേ. കൽത്തെ ഹുയെ ഉനോനെ അപ്പനെ നസർ ട്രെയിൻ കി ചത്ത് പർ ടിക്കാ ദി ദർദ് കാ സൂനാപ്പൻ ഉൻ ആങ്കോ മേ ദേക്കാ ജാ സക്താ താ. കൗത്തേ ഹുയെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിനിടയിൽ ഓലോനെ അപ്പനി നസർ അയാൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടി ട്രെയിൻ കി ചത്ത് പർ ടിക്കാതി ട്രെയിനിന്റെ മേൽക്കൂരയിലേക്കാക്കി. അതായത് അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ട്രെയിനിന്റെ മേൽക്കൂരയിലേക്ക് ആണ് അയാളുടെ നോക്കിയത്. കാരണം അയാളുടെ വിഷമം മറ്റുള്ളവർ കാണണ്ട എന്ന് കരുതിയിട്ടില്ലേ. ദർദ് കാ സൂനാപ്പൻ ഉൻ ആങ്കോമേ ദേക്കാജ സക്താദ, വേദനയുടെ ശൂന്യത ആ കണ്ണുകളിൽ കാണാമായിരുന്നു. ആപ്കി പത്നി ഗുസരി തോ ആപ്കി ഉമ്ര ക്യാ രഹി ഹോഗി ഭയ്യാജി. അപ്പൊ ഇത് ലേഖികയാണ് ചോദിക്കണേ അല്ലേ. ഭയ്യാജി എന്ന് ചോദിക്കുന്നത് ആരാണ്, ലേഖികയാണ്. ലേഖിക എന്താ ചോദിക്കുന്നത്, താങ്കളുടെ ഭാര്യ മരിച്ചപ്പോൾ താങ്കൾക്ക് എത്രയാണ് പ്രായം, ഉമ്ര താങ്കളുടെ പ്രായം എത്രയായിരുന്നു ഭയ്യാജി എന്ന് ചോദിക്കുകയാണ്. യഹി കോയി 25-26 അല്ലേ, ഏകദേശം എത്ര വയസ്സാണ്, എനിക്ക് ഏകദേശം ഒരു 25-26 വയസ്സ് പ്രായമുണ്ടായിരിക്കും ആ സമയത്ത്. എത്ര ചെറിയ പ്രായം അല്ലേ, ആ പ്രായത്തിലാണ് ഭാര്യയില്ല 2 മക്കളും. ബസ് तो आपने क्यों नहीं सोचा आप अपने बारे में दूसरी शादी कर सकते थे. സീറ്റ് നമ്പർ 23 യാത്രി ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഥ കേട്ടിട്ട് ഇങ്ങനെ അതിലേക്ക് ശ്രദ്ധയായിട്ടിരിക്കുകയാണ് എല്ലാവരും അല്ലേ, ആ വണ്ടിയിലുള്ള ഏകദേശം അവരുടെ അടുത്തിരിക്കുന്നവരൊക്കെ. അപ്പോൾ സീറ്റ് നമ്പർ 23-ാമത്തെ നമ്പർ സീറ്റിലിരിക്കുന്ന യാത്രി ചോദിക്കുകയാണ്. എക്സാമിന് ചിലപ്പോൾ അങ്ങനെ ചോദിക്കും കേട്ടോ, അത് ആരാണ് ചോദിച്ചതെന്നൊക്കെ. അപ്പം എന്താണ് 23-ാമത്തെ നമ്പർ സീറ്റിലിരിക്കുന്ന യാത്രിയാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്, തോ ആപ്പിനെ ക്യോം നഹി സോച്ച അപ്പനെ ബാരേമേ, അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പനെ ബാരേമേ കുച്ച് സോച്ചനേക്കാ ഇത്തന ഭഗത് ഹി കഹാംദ, എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം എവിടെയായിരുന്നു, എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഹമാരെ പാസ് ഞങ്ങളുടെ അടുത്ത്, അതായത് എൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. हम तो कांदा की देह को जल्दी जल्दी अग्नि को हवाले कर दे दौड़ते हुए घर आए कि बच्चे भूखे होंगे. അദ്ദേഹം എന്താ ചെയ്തത്, കാന്തയുടെ ദേഹം, കാന്ത മരിച്ചു, കാന്തയുടെ ശവശരീരം ജൽദി ജൽദി അഗ്നിക്ക് ഹവാലെ പെട്ടെന്ന് തന്നെ അഗ്നിക്ക് ഏൽപ്പിച്ചതിന് ശേഷം, അതായത് ശരീരം ജ്വലിപ്പിച്ചതിന് ശേഷം ഓടി വന്നു വീട്ടിലേക്ക്. എന്താണ് കാരണം, ബച്ചേ ഭൂക്കേ ഹോങ്കെ, കുട്ടികൾ വിശന്നിരിക്കുകയായിരിക്കും അല്ലേ, അപ്പോൾ പെട്ടെന്ന് ധൃതിപ്പെട്ടിട്ട് വീട്ടിലേക്ക് ഓടി വരികയാണ് കുട്ടികളെ കാര്യം ഓർത്തിട്ട്. ആകെ ദേക്കാത്തോ ബിഡിയ ദാർ ദാർ രോ രഹീതി, അങ്ങനെ ഞാൻ വന്നു നോക്കിയപ്പോൾ എന്താ കണ്ടത്, ബിഡിയ മകള് ദാർ ദാർ രോ രഹീതി ഒക്കെ കരയുന്നുണ്ടായിരുന്നു, മകൾ വല്ലാതെ ആർത്ത് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു അല്ലേ. ആബ്കി മയ്യാക്കോ പുക്കാരഹീതി, അവൾ കരയുന്നതിനിടയിൽ ആരെ വിളിക്കുന്നുണ്ടായിരുന്നു, അമ്മയെ വിളിക്കുന്നുണ്ടായിരുന്നു, അമ്മയെ വിളിച്ചുകൊണ്ടാണ് അവൾ കരയുന്നത്. हम तो बिना नहाए पहले बिटिया को गोदी लिए दूध गर्म कर बोतल में डाल के दिए फिर नहाए.
കുളിക്കും കൂടെ ചെയ്തിട്ടില്ല അല്ലേ? ഫിർ നഹായ എന്നാ പറഞ്ഞത്, പിന്നീട് കുളിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്, എന്താ ചെയ്തത്? ഹം തോ ബിനാ നഹായെ, ഞാൻ കുളിക്കും കൂടെ ചെയ്യാതെ, പഹലെ ആദ്യം തന്നെ, ബിഡിയാക്കോ ഗോദിയിലെ, പെട്ടെന്ന് തന്നെ മകൾ എന്ത് ചെയ്തു, മടിയിലേക്ക് എടുത്തിട്ട് പാല് ചൂടാക്കി, ദൂത് ഗർമ്മ കർ, പാല് ചൂടാക്കിയിട്ട്, ബോട്ടിലാക്കിയിട്ട്, बिटिया को गोदी में लिए दूध गर्म करके बोतल में डाल के दिए, फिर അങ്ങനെ എന്ത് ചെയ്തു, ആ കുട്ടിക്ക് പാല് ചൂടാക്കി കുപ്പിയിലാക്കിയിട്ട് കൊടുത്തു അല്ലേ, മകൾക്ക് കൊടുത്തു. പിന്നീടാണ് കുളിച്ചത്. ഫിർ നഹായി, പിന്നെയാണ് കുളിച്ചത്. ആ കുളിക്കാൻ പോലും സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബസ് ഐസേ ഈ കേസവ് ആർ കജരി की देखभाल में कब उम्र बीत गई पता ही नहीं चला. അതുപോലെ കേശവിനെയും എന്ത് ചെയ്തു, കജരിക്ക് ദേഖ്ഭാൽ, പരിചരിച്ചു. കേശവിനെയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ എന്ത് ചെയ്തു, കേശവർ കജരിയാണ് പെൺകുട്ടിയുടെ പേര് കേട്ടോ. കേശവിനെയും കജരിയെയും ദേഖ്ഭാൽമേ, അവരങ്ങനെ നോക്കി വളർത്താണല്ലേ, അവരെ പരിചരിക്കുകയാണ്. അവരെ പരിചരിക്കുന്നതിനിടയിൽ കബ് ഉമർ ബീത്ത് ഗയി പതാ നഹി, എൻ്റെ വയസ്സ് എങ്ങനെയാണ് കടന്നു പോയതെന്ന് എനിക്കറിയില്ല, എൻ്റെ വയസ്സെങ്ങനെ കടന്നുപോയി, ഞാൻ അറിയുന്നില്ല എൻ്റെ വയസ്സൊന്നും കടന്നുപോയ കാര്യം എന്ന് അദ്ദേഹം പറയുകയാണ്. मन वितृष्णा से भर गया, हम सब व्यथित थे, अपनी ही जन्मी संतान पिता के दुख से कैसे अनजान और लापरवाह रह सकती है. ഞങ്ങളുടെ ഹൃദയങ്ങൾ വെറുപ്പ് കൊണ്ട് നിറഞ്ഞു. ഈ കഥ കേൾക്കുന്നവരുടെ ഒക്കെ ഹൃദയങ്ങൾ എന്തായി, വെറുത്തുപോയി, വെറുപ്പ് കൊണ്ട് നിറഞ്ഞു ആ കുട്ടികളോട് അല്ലേ, നിറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ദുഃഖിതരായി. അദ്ദേഹത്തിന്റെ കഥ കേട്ടിട്ട് ഹം സബ് വ്യഥിതത, ഞങ്ങൾ എല്ലാവരും ദുഃഖത്തിലായി. അപ്പനെ ഈ ജന്മി സന്താൻ പിതാക്കെ ദുഃഖ സെ കൈസെ അഞ്ചാൻ ഓർ ലാപർവാഹ് രഹ് സക്തി ഹേ, എങ്ങനെയാണ് ഒരു ജന്മം നൽകിയ, നമുക്ക് ജനിച്ച ഒരു 2 കുട്ടികൾ എങ്ങനെയാണ് അവരുടെ പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ അറിയാതെ നിസ്സംഗതയോടെ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് അവർക്ക്? അങ്ങനെ ഒരു അച്ഛനെ, അവരെ വളർത്തിയ അച്ഛനെ ഇങ്ങനെ ഇട്ടിട്ട് നിസ്സംഗതയോട് കൂടിയിട്ട് അച്ഛനെ കുറിച്ച് ചിന്തിക്കാതെ അങ്ങനെ അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു? अरे जिस पिता से अपना पूरा जीवन बच्चों के हवाले होम कर दिया, उस पिता को इस अवस्था में छोड़ते हुए जरा भी दिल नहीं पसीजा. തൻ്റെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരു പിതാവാണ്. ഈ അവസ്ഥയിൽ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോയിട്ട് ഒരു സഹതാപം പോലും തോന്നാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. അരേ ജിസ് പിതാനെ അപ്നാ പൂരാ ജീവൻ, ആ പിതാവ് എന്താ ചെയ്തിട്ടുള്ളത്, തൻ്റെ ജീവിതം മുഴുവനും ബച്ചോക്കെ ഹവാലെ ഹോം കർദിയ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഹോമിച്ചത് അല്ലേ, കുട്ടികൾക്ക് വേണ്ടി സമർപ്പിച്ചു ജീവിതം മുഴുവനും. ഉസ് പിതാക്കോ ഇസ് അവസ്ഥാമേ, അങ്ങനെയുള്ളൊരു പിതാവിനെ ഈ അവസ്ഥയിൽ ചോടത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സരാബി ദിൽ നഹി പസീന, അവരുടെ മനസ്സിൽ അല്പം പോലും ദയയില്ലേ ആ കുട്ടികൾക്ക് എന്നൊക്കെ ഈ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പറയുകയൊക്കെ ചെയ്യുകയാണല്ലേ. അബ് ആപ്പ് ക്യാ കരേങ്കെ ഭയ്യാജി, ആപ്കാ ജീവൻ മേരാ മൻ വ്യഥിതത. അങ്ങനെ ലേഖിയുടെ മനസ്സ് വല്ലാതെ ദുഃഖിക്കാൻ തുടങ്ങി. ലേഖിക ചോദിക്കുകയാണ്, അബ് ആപ്പ് ക്യാ കരേങ്കെ ഭയ്യാജി, ഇനി താങ്കൾ എന്തു ചെയ്യും ഭയ്യാജി, ആപ്കാ ജീവൻ, താങ്കളുടെ ജീവിതം, ബഹുത്തോ മായി ഹേന സബ്കാ ധ്യാൻ രഖി ഹേ ഹമേം ബി പാലേഗി കോയി ചിന്താ നഹി. അവിടെ അമ്മയുണ്ടല്ലോ, എന്താണ് ഗംഗാ മാതാവ് ഉണ്ടല്ലോ, എല്ലാവരെയും അവൾ എന്ത് ചെയ്യും, പരിപാലിക്കും, ആ കൂട്ടത്തിൽ എന്നെയും പരിപാലിക്കും അല്ലേ. അതുകൊണ്ട് എന്ത് വേണ്ട, കോയി ചിന്താനഹി, അതുകൊണ്ട് വിഷമിക്കേണ്ട, വിഷമമൊന്നും വേണ്ട, അവിടെ പോയാൽ നല്ല സുഖമായിട്ട് അവിടെ ഗംഗാ മാതാവ് എല്ലാവരെയും എന്ത് ചെയ്യും, പരിപാലിക്കും, ആ കൂട്ടത്തിൽ എനിക്കും കഴിയാമെന്ന ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആര്, ഈ ബാബ അല്ലേ. मन सोच रहा था क्या वाकई चिंता नहीं, इस उम्र में यह अकेलापन कोई चिंता नहीं. എൻ്റെ മനസ്സ് ചിന്തിച്ചു, ശരിക്കും വിഷമമില്ലേ, ഈ പ്രായത്തിലും ഈ ഏകാന്തത വിഷമമില്ലേ. ट्रेन सुबह 5 बजे बनारस स्टेशन पहुंचती है तो 4:30 बजे सभी की चहल पहल शुरू हो गई. ट्रेन 5 മണിക്ക്
രാവിലെ 5 മണിക്ക് ബനാറസ് സ്റ്റേഷനിലെത്തിയപ്പോൾ, അതിന് 5 മണിക്കാണ് എത്തുക. അപ്പോഴേക്കും 4:30 ആയപ്പോഴേക്കും എന്താ ഉണ്ടായത്? വണ്ടിയിൽ, ട്രെയിനിൽ കോലാഹലം ആരംഭിച്ചു. എല്ലാവർക്കും വണ്ടി ഇറങ്ങാൻ വേണ്ടിയുള്ള ബഹളം അല്ലേ, നിർത്തുമ്പോഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉള്ള ബഹളം ആരംഭിച്ചു. अपने अपने सामान को हमने भी സഹേജ്നാ ശുരു കർ ദിയ. സ്വന്തം സാധനങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ശേഖരിച്ച് വെക്കാൻ തുടങ്ങി. എല്ലാവരും ഞങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി? ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി ഇറങ്ങുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലൊക്കെ വെക്കാൻ തുടങ്ങി. अपने अपने सामान को अपने अपने सामान को हमने भी സഹേജ്നാ ശുരു കർ ദിയ. സ്വന്തം സാധനങ്ങൾ हमने भी സഹേജ്നാ ശുരു കർ ദിയ. ट्रेन सुबह 5 बजे बनारस स्टेशन पहुंचती है, सो 4:30 बजे सभी की चहल पहल शुरू हो गई. अपने अपने सामान को हमने भी सहेजना शुरू कर दिया. भैया जी का ख्याल आते ही मन कसैला हो रहा था. ട്രെയിൻ രാവിലെ 5-ന് വാരാണസി സ്റ്റേഷനിലെത്തും. 4:30 ആയപ്പോഴേക്കും സബീക്ക് എല്ലാവരുടെയും ചഹൽ പഹൽ, എല്ലാവരും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് തിരക്ക് കൂട്ടാൻ തുടങ്ങി. ചഹാപഹൽ എന്ന് പറഞ്ഞാൽ കോലാഹലം, തിരക്ക്. ശുരു ഹോ ഗയി, ആരംഭിച്ചു. അപ്പനെ അപ്പനെ സാമാൻകോ ഹംനെ ബി സഹേജ്നാ ശുരു കർ ദിയ. സ്വന്തം സാധനങ്ങൾ ഞങ്ങളും പാക്ക് ചെയ്യാൻ തുടങ്ങി. ഭയ്യാജി കാ ഖ്യാൽ ആത്തെ ഹി മൻ കസൈല ഹോ രഹാ താ. ആ സഹോദരനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ, ആ ഭയ്യാജിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മൻ കസൈല ഹോ രഹാ താ, മനസ്സ് വല്ലാതെ വിഷമിക്കുകയാണ്, ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. वे अपना छोटा सा बैग उड़ा ही रहे थे कि तभी जानवी की आत्मविश्वास से भरी आवाज हमारे कानों में पड़ी. അങ്ങനെ അദ്ദേഹത്തിന്റെ ചെറിയ ബാഗ് എടുക്കുകയായിരുന്നു. അപ്പോഴേക്കും ജാൻവിക്ക് ആത്മവിശ്വാസേവരി ആവാസ്, ജാൻവിയുടെ ആത്മവിശ്വാസം നിറഞ്ഞ ശബ്ദം ഞങ്ങളുടെ എല്ലാവരുടെയും കാതുകളിൽ പതിച്ചു. എന്താണ് ജാൻവി പറയാൻ പോകുന്നത്? ബാബ ആപ്പ് മായിക്കെ പാസ് തോ ജാവോഗെ. ബാബ, താങ്കൾ മായിക്കെ പാസ് ജാവോഗെ, നിങ്ങൾ എവിടെ പോകും? ഗംഗാ മാതാവിന്റെ അടുത്ത് പോകും. ഡുബുക്കി ബി ലഗാവോഗെ, നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? മുങ്ങി കുളിക്കും. ഡുബുക്കി അല്ലേ, മുങ്ങി കുളിക്കും. മഗർ, പക്ഷേ വഹാം രഹോഗെ നഹീം, നിങ്ങൾ അവിടെ താമസിക്കുകയില്ല. നിങ്ങൾ ഗംഗാമാതാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങളവിടെ പോകും, നിങ്ങളവിടെ മുങ്ങി കുളിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങൾ അവിടെ താമസിക്കില്ല. ഭയ്യാജി ആർ ഹം സബ് ഹൈരാനി സെ ജാൻവി കോ ദേഖ്നെ ലഗെ. ഭയ്യാജിയും ഞങ്ങളും എല്ലാവരും ജാൻവിയെ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി. अरे ऐसे क्या देख रहे हैं आप, मेरे साथ मेरे घर चले रहे हैं. അയ്യോ, എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ആപ്പ് മേരെ സാത്ത് മേരെ ഘർ ചലേ ഹേ, നിങ്ങൾ എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്, എൻ്റെ കൂടെയാണ് വരുന്നത്. എന്നോടൊപ്പം നിങ്ങൾ എങ്ങോട്ട് വരുന്നു? മേരെ ഘർ, എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഈസ് ബേട്ടി കോ പിതാ കി സരൂരത്ത് ഹേ, ഈ മകൾക്ക് ഒരു പിതാവിനെ ആവശ്യമുണ്ട്. മകൾക്ക് ആരെ ആവശ്യമുണ്ട്? മകൾക്ക് പിതാവിൻ്റെ ആവശ്യമുണ്ട്. ബച്പൻ സെ അനാഥ് ആശ്രമം മേം പലി ഹോം. ബച്പൻ മേ, കുട്ടിയായിരിക്കുന്ന സമയത്തെ എന്താണ്? അനാഥാശ്രമത്തിലാണ്, അനാഥാലയത്തിലാണ് കഴിഞ്ഞത്, വളർന്നത്. കുട്ടിക്കാലത്ത് അനാഥാലയത്തിലാണ് വളർന്നത്. അപ്പൊ ജാൻവി എവിടെയാണ് വളർന്നത്? അനാഥാലയത്തിൽ വളർന്ന കുട്ടിയാണ് ജാൻവി അല്ലേ. അഗേലേപ്പൻ കാ ദർദ് ജാൻതി ഹൂം, എനിക്ക് ഏകാന്തതയുടെ, ഒറ്റപ്പെടലിന്റെ വേദന നന്നായിട്ടറിയാം. ഏകാന്തതയുടെ വേദന, ഒറ്റപ്പെടലിന്റെ വേദന എനിക്ക് അറിയാം. ബഡി മെഹനത്ത് സെ ആജ് ഗുദുക്കോ ഉസ് കാബിൽ ബനാ പായി ഹൂം കി അപ്നെ പൈരോं पर गड़ी हूं.
ഒരുപാട് കഠിനാധ്വാനം ഞാൻ ബഡീ മേഹനത്ത് നന്നായി പരിശ്രമിച്ചിട്ടാണ് ആജുഗൂത് ഇന്ന് സ്വയം ഞാൻ എൻ്റെ കാലിൽ നിൽക്കുന്നത്. പായിഹും കി അപ്പനെ പൈരവും പർഗടിയും, വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ട് നന്നായി പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ നിലയിലെത്തിയത് എന്ന് പറയാണ് ജാൻവി. ഇന്ന് ഞാൻ എൻ്റെ കാലിൽ നിൽക്കുന്നത്, സ്വന്തമായിട്ട് ജോലിയും വരുമാനവും ഒക്കെ ഉണ്ട് ജാൻവിക്ക് അല്ലേ, അതാണ് സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞത്. ईश्वर की दया से इतना कमा लेती हूँ कि अपने ബാപ്പ് കി ദേഖ്ഭാൽ കർ സകൂം. ഈശ്വര കൃപയാൽ ഞാൻ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കമാലെത്തി ഹോം, ഞാൻ കുറച്ചൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ഈശ്വര കൃപയാൽ ഞാൻ ഇന്ന് കുറച്ച് സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ പരിപാലിക്കാൻ ആവശ്യമായ വരുമാനം എനിക്ക് ഇന്ന് ഉണ്ട്. അപ്പനെ ബാപ്പ് കി ദേഖ്ഭാൽ കർ സകൂം, എൻ്റെ അച്ഛനെ ദേഖ്ഭാൽ കർ സകൂം, പരിപാലിക്കും. ഞാൻ എൻ്റെ അച്ഛനെ പരിപാലിക്കാനുള്ള വരുമാനം എനിക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട് എന്ന് ജാൻവി പറയുകയാണ്. ലേക്കിൻ ബിഡിയ, പക്ഷേ മോളെ. അപ്പൊ ഈ വൃദ്ധം പറയാണ്, അയ്യോ പക്ഷേ മോളെ എന്ന് പറയാണ്. ലേക്കിൻ വേക്കിൻ കുച്ചിനയ്യ, ലേക്കിൻ വേക്കിൻ ഒന്നുമില്ല. ആപ്കാ സാമാൻ യഹാം ദീജിയെ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ തരൂ. ഭയ്യാജിക്ക് ആംഗേ ബർഗയി, ഭയ്യാജിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. हाथ जोड़ते हुए जानवी के पैरों में झुकने को हुए तो जानवी ने उनके दोनों हाथ दाम लिए. അങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ജാൻവിയുടെ കാലുകളിലേക്ക് ഇങ്ങനെ കുനിയാണല്ലേ. ജാൻവി കൈ കൂപ്പിക്കൊണ്ട് അദ്ദേഹം ജാൻവിയുടെ കാൽക്കൽ വണങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അപ്പൊ ജാൻവി എന്ത് ചെയ്തു, ഉൻകെ ദോനോ ഹാത്ത് ദാം ലിയേ, അയാളുടെ അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും ജാൻവി അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചു. ഏ ഹാത്ത് മേരെ സർ പർ രഘോ ബാബ, മുझे ആശീർവാദ് കി സരൂരത്ത് ഹേ. എന്നിട്ട് എന്താണ് അവൾ പറഞ്ഞത്, ഈ കൈകൾ എൻ്റെ തലയിൽ വെക്കൂ ബാബ, എനിക്ക് ആശീർവാദമാണ് വേണ്ടത്, എനിക്ക് അനുഗ്രഹമാണ് വേണ്ടത്, എനിക്ക് അനുഗ്രഹമാണ് ആവശ്യം എന്ന് അവൾ പറയാണ്. मैं मन ही मन शर्मिदा दी की जानवी के बारे में जाने क्या क्या सोच बैठी थी और वह क्या निकली. എന്താണ് ലേഖിക പറയാണ്, മേ മനഹി മന ശർമിതാതി, എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ ലജ്ജ തോന്നി, ലജ്ജിച്ചു പോയി ലേഖിക. അത്രയും നേരം ലേഖിക ജാൻവിയെ കുറിച്ച് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ലേഖിക പറയാണ്, ഞാൻ മനസ്സിൽ ലജ്ജിച്ചു പോയി. ജാൻവിക്ക് ബാരേമേ, ജാൻവിയെ കുറിച്ച് ജാനെ ക്യാ ക്യാ സോച്ച് ബട്ടിതി, ഒന്നും അറിയാതെ ഞാൻ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടിയിരുന്നു. ഓർ വഹ് ക്യാ നിഗലി, പക്ഷെ അവൾ എന്താണ് തന്നത്, അവളെ കുറിച്ച് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി, പക്ഷേ എന്താണ് ഉണ്ടായത്, അവള് തിരിച്ചു തന്നത് എന്താണ്, നിഗലി, അവളിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്താണ്. ഗുദുക്കോ ബൗന മഹസൂസ് കർ രഹി थी उसके आगे दूसरी और गुश भी दी की उसके बारे में मेरे सारे दावे झूठे साबिल हुए. എന്താണ് ലേഖക പറയുന്നത്, ഞാൻ അവളെ കുറിച്ചിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു അല്ലേ. അവളെ കുറിച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ അവളെ ചെറുതായിട്ടാണ് കണ്ടത്. എത്ര ചെറുതായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. മറുവശത്ത് അവളെ കുറിച്ചുള്ള എൻ്റെ എല്ലാ അവകാശവാദങ്ങളും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതിൽ ഞാൻ സന്തോഷിച്ചു. ദൂസരിയോർ, മറുവശത്ത് എന്താ ഉണ്ടായത്, സന്തോഷമുണ്ടായിരുന്നു. ഞാൻ അവളെ കുറിച്ച് ചിന്തിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു എന്നാണ് ലേഖക പറയുന്നത്. അപ്പം അത്രയാണ് നമ്മുടെ ജാൻവിയുടെ കഹാനി വരുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.